ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മെഡിസിനൽ ഫെയറി ആർക്ക് കഴിഞ്ഞതിന് ശേഷം സ്റ്റോറി വേറൊരു ലെവലിലോട്ട് മൂവ് ചെയ്യുന്നു. വൂൾഫ് മെഴ്സിനറീനെ കംപ്ലീറ്റ് ആയിട്ട് സിയോവയാൻ ഡിസ്ട്രോയ് ചെയ്യും. അതായിരുന്നു ലാസ്റ്റ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് സിയോവയാനും മെഡിസിനൽ ഫെയറിയും കൂടി മെഡിസിനൽ വില്ലേജിലേക്ക് പോകും. മെഡിസിനൽ വില്ലേജിൽ വെച്ചിട്ട് അവൾ ഹെർബ്സ് കളക്ട് ചെയ്യും, അവളുടെ ബുക്ക് ഓഫ് പോയിസൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിയോവയാനാണെങ്കിൽ ട്രെയിനിങ്ങും ചെയ്യും. അങ്ങനെ ടൈം കഴിയുമ്പോൾ അവൾക്കാണെങ്കിൽ സിയോവയാനോട് കുറച്ച് ഫീലിങ്സ് ഒക്കെ വരും. അങ്ങനെ ഒരു ദിവസം സിയോവയാൻ ബീസ്റ്റ് ഹണ്ടിന് പോകും, ലെവൽ 2 കോർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോണ ടൈമിൽ അവന് ഒരു ഗ്രൂപ്പ് ഒരു മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യണ കാണും. അപ്പം അതായത് അവൻ പണ്ട് ഗ്യാൻമു വുൾഫ് മെഴ്സിനറി ഗ്യാങ്ങിൽ നിന്ന് രക്ഷിച്ച സെയിം ഗ്രൂപ്പ് തന്നെയാണ്. അപ്പം അവരെ വീണ്ടും രക്ഷിക്കും ആ മോൺസ്റ്ററിൻ്റെ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ അവനൊരു ഗിഫ്റ്റ് കൊടുക്കും, ലെവൽ 2 കോർ. അപ്പോൾ അതും അവൻ സ്വീകരിച്ചിട്ട് അവൻ തിരിച്ച് വില്ലേജിലോട്ട് പോകും. അപ്പോൾ വില്ലേജിൽ പോകുമ്പോൾ മെഡിസിനൽ ഫെയറി അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അവൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ മാസ്റ്റർ യാവച്ചൻ പറയും അവൾക്ക് പോയിസൺ ബോഡിയാണുള്ളത്, അത് വളരെ റെയറാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സും ഡേഞ്ചറാണ്, അതുകൊണ്ടാണ് അവൾക്കിപ്പോൾ ബോധമില്ലാത്തതെന്ന്. പിന്നെ അവൾ എണീക്കും. അപ്പം അവൻ അവളെ കംഫോർട്ട് ചെയ്യും, എന്നിട്ട് പറയും ഇതിനെന്തായാലും ഞാനൊരു ക്യൂർ കണ്ടെത്തും, നിന്നെ ഞാൻ രക്ഷിക്കും എന്നൊക്കെ. അപ്പം അത് കേൾക്കുമ്പോൾ അവൾക്ക് വീണ്ടും സന്തോഷമാവും, അവൾക്ക് അവനോടുള്ള അടുപ്പം വീണ്ടും കൂടും. അങ്ങനെ അവർ കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും. പിന്നെ അവൾക്ക് മനസ്സിലാവും സിയോവയാന് വലിയ ജേണിയാണ് ഉള്ളതെന്ന്. അപ്പോൾ അവൾ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ ജേണി കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല, അവന് വീണ്ടും കുറേ അപകടങ്ങൾ വരുന്നു. അങ്ങനെ അവളൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേ സിയോവയാൻ എണീക്കുമ്പോൾ ഒരു ലെറ്റർ കാണും. അപ്പോൾ ലെറ്ററിൽ അവൾ എഴുതിയേക്കണത് അവളെ പോവാണ്, അവളെ ഇനി തിരഞ്ഞു പോകണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊരു പെയിൻഫുൾ മൊമെൻ്റാണ് സിയോവയാന്. അവൻ വില്ലേജ് മൊത്തം അവളെ തിരയും, പക്ഷെ അവളെ കാണൂല. അപ്പോൾ യാവച്ചൻ പറയും അവൾ പോയത് നിനക്ക് വേണ്ടിയാണ്, അവൾ നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് അവൾ നിന്നെ വിട്ടിട്ട് പോയത്. അവളുണ്ടെങ്കിൽ നിൻ്റെ ജേണിയും കംപ്ലീറ്റ് ആവില്ല. പിന്നെ പോയിസൺ ബോഡിയുടെ ക്യൂർ ഇതുവരെയായിട്ട് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം അതിനുശേഷം സിയോവയാൻ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യും. പിന്നെ യാവച്ചൻ പറയും സിയോവയാനോട് അവൻ്റെ പർപ്പിൾ ഫ്ലെയിം ഇപ്പോഴും ലെവൽ 1 മാത്രമേ ആയിട്ടുള്ളൂ, അതിനെ സ്ട്രോങ് ആക്കണം, അതിന് ഇനിയും പവർഫുൾ ഫ്ലെയിംസ് അവർക്ക് കണ്ടുപിടിക്കണം എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യും, ടാഗോർ ഡെസേർട്ട്. പക്ഷെ അവിടെ പോകണമെങ്കിൽ നടന്നു പോകാൻ പറ്റത്തില്ല, ഫ്ലൈയിങ് ട്രാൻസ്പോർട്ട് വേണം. അപ്പോൾ ആ ഒരു ഫ്ലൈയിങ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ബ്ലാക്ക് റോക്ക് സിറ്റിയിൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ സിയോവയാൻ ഒരു ആൽക്കെമിസ്റ്റായിട്ട് ബ്ലാക്ക് റോക്ക് സിറ്റിയിലേക്ക് പോകും. കൊച്ചിൻ്റെ നിർദ്ദേശം പ്രകാരം അവൻ ആൽക്കെമിസ്റ്റ് അസോസിയേഷനിൽ ജോയിൻ ചെയ്യാൻ പോകും. കാരണം അവിടെ നിന്ന് ഒഫീഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവന് റെയർ ഇൻഗ്രീഡിയൻസ് കിട്ടും. ഈ റെയർ ഇൻഗ്രീഡിയൻസ് കിട്ടിയാലേ അവന് പിൽസ് റിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പിൽസ് വെച്ചിട്ടാണ് അവൻ്റെ പർപ്പിൾ ഫ്ലെയിം പവർഫുൾ ആക്കാൻ പറ്റണത്. അങ്ങനെ അവൻ ആൽക്കെമിസ്റ്റ് അസോസിയേഷനിൽ പോകുമ്പോൾ അവിടുത്തെ എൽഡേഴ്സിനെ കാണാം. ഫു ലാൻകിയും ആവോട്ട് പോവും. അന്ന് അവിടെ എക്സാം നടക്കണമായിരിക്കും, റാങ്ക് 1 ആൽക്കെമിസ്റ്റ് എക്സാം. അന്ന് തന്നെയാണ് ആ എൽഡേഴ്സിൻ്റെ 2 പെൺമക്കളുടെയും എക്സാം, ലിൻഫെയും സ്യൂമയും. അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. എക്സാം എന്ന് വെച്ചാൽ പിൽസ് റിഫൈൻ ചെയ്യണം. അങ്ങനെ റിഫൈൻ ചെയ്തപ്പോൾ അവർ 3 പേരും പാസ്സാവും. സിയോവയാൻ അവിടെ നിർത്തണില്ല, അവൻ പറയും അവന് റാങ്ക് 2 ടെസ്റ്റും കൂടി അറ്റംപ്റ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്യൂമൈ ഒരു ഡിഫിക്കൽട്ട് പില്ല് റിഫൈൻ ചെയ്യാൻ അവന് കൊടുക്കും. പക്ഷേ എപ്പോഴത്തെയും പോലെ എല്ലാവരും സർപ്രൈസ് ആക്കണ പോലെ അവൻ ആ പില്ലും റിഫൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ സിയോവയാൻ ഒഫീഷ്യലി റാങ്ക് 2 ആൽക്കെമിസ്റ്റായിട്ട് മാറും. അതിനുശേഷം സിയോവയാൻ ഇൻഗ്രീഡിയൻസ് റിക്വസ്റ്റ് ചെയ്യും, ലെവൽ 3 ബീസ്റ്റ് കോറും ഐസ് സ്പിരിറ്റ് കോൾ ഫൗണ്ടനും. അപ്പോൾ അസോസിയേഷൻ്റെ ലെവൽ 3 ബീസ്റ്റ് കോർ ഉണ്ട്, അതവന് കൊടുക്കും. പക്ഷേ ഐസ് സ്പിരിറ്റ് കോൾ ഫൗണ്ടൻ അവരുടെ ഇല്ല. അങ്ങനെ അവരൊരു ട്രേഡറിൻ്റെ അടുത്ത് അവനെ കൊണ്ടുപോകും. പക്ഷെ ആ ട്രേഡർ ഡീൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല.
പക്ഷെ സിയോയാനാണെങ്കിൽ അവന് നേരത്തെ കിട്ടിയ പർപ്പിൾ ക്രിസ്റ്റൽ പുള്ളിയെ കാണിക്കും. അത് എക്സ്ട്രീംലി റെയറാണ് പർപ്പിൾ ക്രിസ്റ്റൽ. അപ്പം അത് കാണുമ്പോൾ ആ ട്രേഡറിൻ്റെ മനസ്സങ്ങ് മാറും. അങ്ങേരപ്പം ഡീല് ഓക്കെ ആക്കും. ഐ സ്പിരിറ്റ് ഗോൾഡ് ഫൗണ്ടൻ എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് എൽഡേഴ്സ് അവന് എയർ ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും ടാഗോ ഡെസേർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത്. എയർ ട്രാൻസ്പോർട്ട് ജേണി വളരെ ലോങ് ആണ്. അപ്പം അതുകൊണ്ട് സിയാവയാൻ തൻ മാസ്റ്ററിനോട് പറയും ബ്ലഡ് ലോട്ടസ് പില്ല് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യാവച്ചൻ പറയും അത് റാങ്ക് 5 പില്ലാണ്, വളരെ പവർഫുള്ളാണ്, അപ്പം അത് റിഫൈൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. റിഫൈൻ ചെയ്യുന്ന ടൈമിൽ അവൻ ഗാർഡ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ റിഫൈൻ ചെയ്യണ സമയത്ത് ഇത് സെൻസ് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന വേറെ ആൽക്കമിസ്റ്റ് അവിടെ വരും. അപ്പോൾ അവർ സിയാവയാനോട് പറയും ഇൻഗ്രീഡിയൻസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ സമ്മതിക്കില്ല. അങ്ങനെ ഒരു ഫൈറ്റ് നടക്കും. അപ്പോൾ ഫൈറ്റിൻ്റെ ഇടയിൽ ഒരാളാണെങ്കിൽ നേരെ റൂമിനകത്തോട്ട് കയറും ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ അവൻ്റെ മാസ്റ്റർ റെഡിയായിരുന്നു. മാസ്റ്റർ ഫ്ലെയിം പവർ യൂസ് ചെയ്തിട്ട് ആ എനിമീനെ ഇൻസ്റ്റൻ്റായിട്ട് കില്ല് ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ സിയാവയാന് മനസ്സിലാവും ഫ്ലെയിം പവറിൻ്റെ റിയൽ പവർ. അങ്ങനെ ഫൈനലി അവർ ടാഗോർ ഡെസേർട്ടിലെത്തുന്നു. ഡെസേർട്ടിലാണെങ്കിൽ ഒരു ഓൾഡ് ഷോപ്പ് കാണും. അതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഓൾഡ് മാനാണ് റൺ ചെയ്യണം. അപ്പോൾ സിയോയാന് ഡെസേർട്ട് മാപ്പ് വേണം. അപ്പോൾ അവൻ അതിന് വേണ്ടി അവിടെ മൊത്തം തപ്പും. അപ്പോൾ ആ നോക്കുന്ന ടൈമിൽ അവന് പെട്ടെന്നൊരു മാപ്പിൻ്റെ ഒരു ഫ്രാഗ്മെൻ്റ് അവൻ കാണും. അതായത് പ്യൂരിഫൈങ് ലോട്ടസ് ഡീമൺ ഫ്ലെയിമിൻ്റെ ഒരു മാപ്പിൻ്റെ ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ഫ്രാഗ്മെൻറ്റ് കാണുമ്പോൾ അവൻ്റെ മാസ്റ്റർ പറയും ഈ മാപ്പ് എങ്ങനെയും മേടിക്കണം, ഇത് ഫ്യൂച്ചറിൽ നിനക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയും. പക്ഷേ അവിടെ ഇരിക്കുന്ന ആ ഓൾഡ് മാൻ ആ മാപ്പ് സെല്ല് ചെയ്യില്ല എന്ന് പറയും. പക്ഷേ സിയോയാൻ ആ മാപ്പ് എടുത്ത് പോകാൻ ട്രൈ ചെയ്യും. പക്ഷേ ആ ഓൾഡ് മാൻ അവനെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. ആ ഓൾഡ് മാൻ ആണെങ്കിൽ സിയോയാനേക്കാൾ 2 ലെവൽ സ്ട്രോങ് ആണ്. അതുകൊണ്ട് അവൻ്റെ മാസ്റ്ററിൻ്റെയും കൂടി പവർ കമ്പൈൻ ചെയ്തിട്ട് പുള്ളീനെ ഡിഫീറ്റ് ചെയ്യും. ഡിഫീറ്റ് ചെയ്തിട്ടും സിയോയാൻ നെഗോഷിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. ആ ടൈമിൽ ഓൾഡ് മാൻ ഒരു ഷോക്കിംഗ് ട്രൂത്ത് റിവീൽ ചെയ്യും, ലെജൻഡറി ഐസംബെയർ ആണെന്ന്. ഇത് കേൾക്കുമ്പോൾ സിയോയാൻ ഷോക്കാവും. ആ ഓൾഡ് മാൻ പറയും മുൻപ് ക്യൂൻ മെഡീസയായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ അങ്ങേർക്കൊരു കേഴ്സ് കിട്ടി, പുള്ളിയുടെ ഫുൾ പവേഴ്സും സീൽ ചെയ്തു. അപ്പോൾ കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പുള്ളിക്ക് റാങ്ക് 6 പില്ല് വേണം. ഇൻഗ്രീഡിയൻസ് ഓൾമോസ്റ്റ് ഫുൾ ഉണ്ട്, പക്ഷേ ഒരെണ്ണം മാത്രമില്ല, ഡെസേർട്ട് ഡാറ്റൂറ. അത് ക്യൂൻ മെഡീസയുടെ ടെറിട്ടറിയിലാണ്. അപ്പം അങ്ങോട്ട് അങ്ങേർക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. അങ്ങനെ അവരൊരു ഡീൽ ചെയ്യും. സിയോയാൻ ഡെസേർട്ട് ഡാറ്റൂര കണ്ടെത്തും. അതിനുശേഷം പില്ല് റിഫൈൻ ചെയ്യുവാണെങ്കിൽ ഐസംബർ അവന് ഒരു 2ാമത്തെ മാപ്പ് ഫ്രാഗ്മെൻറ്റും കൊടുക്കും. അത് കൂടാതെ ഒരു ഹിഡൻ ഫയർ എസെൻസിൻ്റെ ലൊക്കേഷനും കൊടുക്കുമെന്ന് പറയും. അങ്ങനെ ആ ഡീല് സെറ്റാവും. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡ്സിൽ നമ്മൾ കാണുന്നത് ക്യൂൻ മെഡൂസയുടെ ടെറിട്ടറിയിലോട്ട് സിയോയാൻ പോകുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.